നമസ്കാരം. കൃഷിദർശൻ തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭക്ഷ്യസുരക്ഷയെപ്പറ്റിയും ഭക്ഷ്യസുരക്ഷാ ബില്ലിനെ പറ്റിയുമെല്ലാം വളരെയധികം ചർച്ച ചെയ്യുന്ന ഈ അവസരത്തിൽ മൃഗസംരക്ഷണ മേഖലയിൽ അതിനുള്ള പങ്ക് വളരെയധികമാണ്. നമ്മൾ കേരളീയർ ഭൂരിഭാഗവും മാംസ ആഹാരമാണ് ഉപയോഗിക്കുന്നത്. ഈ മാംസ ആഹാരങ്ങളിൽ പാല്, മുട്ട, ഇറച്ചി ഇവയെല്ലാം തന്നെ കൂടുതലായും അന്യ സംസ്ഥാനങ്ങളിലാണ് നമുക്കെത്തുന്നത്. ഇവയുടെ ഗുണനിലവാരം തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പദാർത്ഥങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ കൃഷിദർശൻ പരിപാടിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൃഗസംരക്ഷണ മേഖലയിൽ ഇതിനുള്ള പ്രാധാന്യവും അതുപോലുള്ള പരിശീലന പരിപാടികളെ പറ്റിയാണ്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് അതിഥിയായിട്ട് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിന് എത്തിയിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തന്നെ പരിശീലന കേന്ദ്രമായ കൊടപ്പനക്കുന്നിലുള്ള പരിശീലന കേന്ദ്രത്തിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ഡോക്ടർ റാണി SS ആണ്. മാഡത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഭക്ഷ്യസുരക്ഷയെ പറ്റി നമ്മളിപ്പം വളരെയധികം ചർച്ചകൾ നടക്കുകയാണല്ലോ. അപ്പം നമ്മുടെ ഈ മൃഗസംരക്ഷണ മേഖലയിൽ എത്രത്തോളം ഇതിന് പ്രസക്തിയുണ്ട്? നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ്. അതായത് കേരളത്തിലെ ആളുകൾ ഏതാണ്ട് 90% ജന്തുജന്യ മാംസാഹാരങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ സ്ഥിരമായ ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഭക്ഷണങ്ങൾ, അതായത് പാല്, മുട്ട, ഇറച്ചി എന്നിവ നമുക്കിവിടെ ലഭ്യമാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മളിവിടെ കുറേയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എങ്കിലും ഒരു നല്ല ശതമാനവും മറ്റ് സംസ്ഥാനങ്ങളിൽ ആശ്രയിച്ചു വരുന്ന ഒരു രീതിയിലേക്ക് മാറിപ്പോയി. അപ്പോൾ അതിനെ ഇനിയും പരമാവധി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ പൊതുജനാരോഗ്യ സംരക്ഷണത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മൃഗസംരക്ഷണ മേഖലയുടെ പ്രസക്തി ഒരിക്കലും കുറയുന്നില്ല, ഏറി വരികയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ഏറി വരികയാണെന്നുള്ളതിലും സംശയമില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഈ മേഖലയിലോട്ട് വരണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. വലിയ സംരംഭകരായിട്ട് തന്നെ മുതൽ മുടക്കിക്കൊണ്ടുവരുന്നവരുണ്ട്. അപ്പം അവർക്കൊക്കെ ഇതിലെ തൊഴിൽ സാധ്യത എത്രത്തോളം ഉണ്ടാവും? തീർച്ചയായിട്ടും നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവരെ പല തട്ടിലാക്കി കണക്കാക്കാം. അവരുടെ ആഹാരത്തിന് മാത്രം, വീട്ടിലെ ആവശ്യത്തിന് മാത്രം 10 കോഴിയെ വളർത്തുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഒരു പശുവിനെയോ ഒരു ആടിനെയോ വളർത്തുന്നവരുണ്ടാകാം. അല്ല, അതുകൊണ്ട് ഉപജീവന മാർഗം, തൊഴിലും വരുമാനവും നേടുന്നവരുണ്ടാകാം. അതിനു പുറത്തായിട്ട് ഒരു വ്യവസായം എന്ന രീതിയിൽ ഒരു എൻ്റർപ്രണർഷിപ്പായിട്ട് ചെയ്യുന്നവരുണ്ടാകാം. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുണ്ടാകാം. ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നവരുണ്ടാകും. അങ്ങനെ തൊഴിൽ സാധ്യതകൾ നിരവധിയാണ്. അപ്പം ഈ വളർത്തു മൃഗങ്ങളും പക്ഷികളെയും ബന്ധപ്പെടുത്തി ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ ഒരുപാട് പേർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് കുറേയെങ്കിലും നല്ല പാലും മുട്ടയും ഇറച്ചിയും ഒക്കെ ഇവിടെ ലഭ്യമാക്കാൻ സാധിക്കുന്നത് എന്നതിലും സംശയമില്ല. അപ്പം അതിന് കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കുക. അതിന് പുറത്തേക്ക് ഇപ്പം നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറ്റ് മാർക്കറ്റാണ്. അതായത് പാലായി വിപണനം ചെയ്യുക. ഇറച്ചിക്കോഴിയെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ അന്ന് ആ വിൽക്കുന്ന ദിവസം ഇറച്ചിയായി വിപണനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് പുറത്തേക്ക് മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഇതിൻ്റെ സൂക്ഷിക്കാനുള്ള കാലയളവ്, ഷെൽഫ് ലൈഫ് കൂടുന്നു, അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പം വിവിധ പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ വിപണനവും അതിൻ്റെ ഉപഭോഗവും, അപ്പം തീർച്ചയായിട്ടും തൊഴിൽ സാധ്യതകൾ ഏറുകയാണ്. സാധാരണ ഉണ്ടാകുന്ന പാലായാലും മുട്ടയായാലും അതായിട്ട് മാത്രമേ വിൽക്കപ്പെടുന്നുള്ളൂ. നമ്മൾ ഐസ്ക്രീമായാലും അങ്ങനത്തെ എല്ലാം വെളിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. തീർച്ചയായിട്ടും അതാണ്. ഇപ്പം മിൽമ പോലെയുള്ള പൊതുമേഖലാ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഈ മേഖല കൂടുതൽ ലാഭകരമാക്കുന്നതിന് അതുപോലുള്ള മേഖലയിലേക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലുമൊക്കെ നമ്മുടെ സംരംഭകരെ അല്ലെങ്കിൽ കർഷകരെ
തിരിച്ചുവിടേണ്ടതുണ്ട്. അതുകൂടി ആകുമ്പോഴാണ് ഈ മേഖല കൂടുതൽ ലാഭകരവും ആവുകയുള്ളൂ. ഈ മേഖലയിലോട്ട് വരാൻ കൂടുതലും ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് താല്പര്യമുണ്ട്. പക്ഷെ അവർക്ക് ഈ വിഷയത്തെ പറ്റി വലിയ പരിജ്ഞാനമൊന്നും ഉണ്ടാകത്തില്ല, ഈ വളർത്തി ശീലം ഉണ്ടാകത്തില്ല. അപ്പൊ അതിനെന്തെങ്കിലും നമുക്ക് പരിശീലനങ്ങൾ നൽകാൻ കഴിയുമോ? തീർച്ചയായിട്ടും മൃഗസംരക്ഷണ വകുപ്പ് 1983 മുതൽ തന്നെ ഇതിനായിട്ട് പരിശീലന കേന്ദ്രങ്ങൾ, പ്രത്യേകം പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങി. അതാദ്യം കൊടപ്പനക്കുന്നിലും കണ്ണൂർ ജില്ലയിലെ മുണ്ടയാടുമാണ് 1983 തുടങ്ങിയത്. തുടർന്ന് ഇപ്പോൾ ഏകദേശം 7 ജില്ലകളിൽ ഇതിനായിട്ട് മാത്രം ഈ ഒരു ജോലിക്ക്, അതായത് പരിശീലനങ്ങൾ കർഷകർക്കും സംരംഭകർക്കും ഒക്കെ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ഊന്നിയുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഏകദേശം 17ഓളം വിഷയങ്ങളിൽ 1 മുതൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. അപ്പം അത് വിവിധ തരത്തിൽ ഉള്ള, അത് ഈ കർഷകർക്ക് വീട്ടുവളപ്പിൽ വളർത്തുന്ന കോഴികൾ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള പരിശീലനങ്ങളാണ്? ഇപ്പോൾ കോഴി വളർത്തലിൻ്റെ ഒരു കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ വീട്ടുവളപ്പിലെ കോഴി വളർത്തൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ലാഭകരമായിട്ട്, പ്രത്യേകിച്ച് ഈ തീറ്റയുടെ കൂടി വരുന്ന വിലയിൽ നമ്മളൊരു വലിയ വ്യാവസായിക കോഴി വളർത്തൽ, മുട്ടക്കോഴി വളർത്തൽ കേരളത്തിൽ ലാഭകരമാണെന്ന് ഇതുവരെ തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുണ്ടാകുന്ന ആഹാര മാലിന്യങ്ങളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അഴിച്ചുവിട്ട് വളർത്തുകയെന്ന വീട്ടുവളപ്പിലെ കോഴി വളർത്തലാണ് നമ്മൾ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അതിന് 2 ദിവസത്തെ പരിശീലനമുണ്ട്. അല്ല ആർക്കെങ്കിലും കുറച്ചും കൂടി വലുതായിട്ട് ചെയ്യണം, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഷെഡിലിട്ട് വളർത്തുന്ന രീതിയിലേക്ക് പോകണമെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ മുട്ടക്കോഴി വളർത്തൽ 3 ദിവസത്തെ പരിശീലനമുണ്ട്. ഇറച്ചിക്കോഴിക്ക് 3 ദിവസത്തെ പരിശീലനമുണ്ട്. അതുപോലെ മറ്റു പക്ഷികൾ, കാട, താറാവ്, പിന്നെ ടർക്കി, എമു അടക്കം എല്ലാ വളർത്തു പക്ഷികളെയും വളർത്തുന്നതിനുള്ള ശാസ്ത്രീയ പരിശീലനം, അതായത് ഒരു ബേസിക് നോളജ് കൊടുക്കത്തക്കോണമുള്ള, അവർക്ക് അതിന് അടിസ്ഥാന വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു അംഗീകൃത മൊഡ്യൂൾ അനുസരിച്ചുള്ള പരിശീലനങ്ങൾ നമ്മൾക്ക് എങ്ങനെയാണ് ഇതിലോട്ട് പരിശീലനത്തിന് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ വരാൻ പറ്റും? നമുക്ക് ആദ്യം പരിശീലന കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാനത്ത് 7 പരിശീലന കേന്ദ്രങ്ങളാണുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് കൊടപ്പനക്കുന്ന് പരിശീലന കേന്ദ്രത്തിൻ്റെ സേവനം ഉപയോഗിക്കാം. കൊല്ലം ജില്ലയിലാണെങ്കിൽ കൊട്ടിയം കേന്ദ്രമാക്കിയാണ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ചൊരു പരിശീലന കേന്ദ്രമുണ്ട്. അത് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പിൽ, അത് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ആലുവ, മലമ്പുഴ, പാലക്കാട് ജില്ലയിൽ മലമ്പുഴ, കണ്ണൂർ ജില്ലയിൽ മുണ്ടയാട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് യാത്ര ചെയ്യാതെ ട്രെയിനിങ്ങിന് പോകാൻ അവരവരുടെ പ്രദേശത്തോട് ഏറ്റവും അടുത്ത പരിശീലന കേന്ദ്രത്തിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ പരിശീലനത്തിനും ഉള്ള സാധ്യത ഉണ്ട്. അപ്പം ഇവരെങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അവർക്ക് ഈ പരിശീലന കേന്ദ്രത്തിൽ മുൻകൂട്ടി വേണമെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ തന്നെയും ഈ പരിശീലനങ്ങൾ എല്ലാം തന്നെ എല്ലാ ദൃശ്യ പത്ര മാധ്യമങ്ങളിലൂടെ, ശ്രാവ്യ ആകാശവാണിയിലൂടെയും അതുപോലെ തന്നെ എല്ലാ ദൂരദർശന അടക്കമുള്ള ചാനലുകളുടെ കൃഷി പ്രോഗ്രാമുകളിലൂടെ, എല്ലാ വാർത്താ മാധ്യമങ്ങളിലൂടെ, മൃഗസംരക്ഷണ സ്ഥാപനങ്ങളിലൂടെ എല്ലാം തന്നെ ഈ പരിശീലനങ്ങളെ സംബന്ധിച്ച പരസ്യം അല്ലെങ്കിൽ എന്നാണ് എന്നുള്ള വിവരവും എല്ലാ ഈ പരിശീലന കേന്ദ്രങ്ങളും മുൻകൂട്ടി കൊടുക്കാറുണ്ട്. നമുക്കൊരു കോളുണ്ട്. ഹലോ, കൃഷിദർശൻ. കൃഷിദർശൻ ആരാണ്? ഉണ്ണികൃഷ്ണൻ എന്ന് പറയും, പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഭാഗത്തു നിന്നാണ്. ശരി, ഉണ്ണികൃഷ്ണൻ, പാലക്കാട് ജില്ല അല്ലേ? ചോദിച്ചോളൂ, ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. മേഡം, ഞങ്ങൾക്ക് പിന്നെ പരിശീലനം നടക്കുന്ന സ്ഥലം എവിടെയെന്നൊന്നും അറിഞ്ഞ തിരക്കില്ല. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ പാലക്കാട് ജില്ലയല്ലേ പറഞ്ഞത്? അതെ. പാലക്കാട് ജില്ലയിൽ തന്നെ നമുക്ക് മലമ്പുഴ കേന്ദ്രമാക്കി ഒരു പരിശീലന കേന്ദ്രമുണ്ട്. അപ്പം അവിടെ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഏത് പരിശീലനമാണ് വേണ്ടത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നതിന് ഒരു ഫോൺ നമ്പർ ഞാൻ തരാം. 0491 0491 281 5454. ഈ നമ്പറിൽ വിളിച്ച് താങ്കളുടെ ആവശ്യം ഡിസ്കസ് ചെയ്യാം. പരിശീലനം നടക്കുന്ന മുറയ്ക്ക് അവിടെ പോയി അത് പങ്കെടുക്കാം. സൗജന്യ പരിശീലനമാണ്. അതെ അതെ അതെ. നമ്മൾ ഈ കറവ പശുക്കളെ അതിന് നമുക്ക് അതിന് പല രോഗങ്ങളും വരെ
ഈ ചുമയും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും പരിശീലനം പശുക്കളുടെ വളർത്തലിനെ സംബന്ധിച്ച് 2 തരത്തിലുള്ള പരിശീലനമുണ്ട്. 5 ദിവസത്തെ പരിശീലനമുണ്ട്, 3 ദിവസത്തെ പരിശീലനവുമുണ്ട്. അപ്പം താങ്കൾക്ക് അനുയോജ്യമായ അത് തിരഞ്ഞെടുക്കുക. തീർച്ചയായിട്ടും പശു വളർത്തലിൻ്റെ പ്രാരംഭഘട്ടം മുതൽ അതിൻ്റെ എല്ലാ വശങ്ങളെയും സംബന്ധിക്കുന്ന ഒരു ശാസ്ത്രീയ പരിശീലനം താങ്കൾക്ക് ലഭിക്കും. ഓക്കെ ഓക്കെ മാഡം, താങ്ക് യു. വിളിച്ചതിന് നന്ദി. ഒരു കോൾ ഇവിടെ ഉണ്ട്. ഹലോ, കൃഷിദർശൻ. ഹലോ, കൃഷിദർശൻ ആരാണ്? ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വിളിക്കുന്ന. എന്റെ പേര് ശ്രീരാജ് എന്നാണ്. ശ്രീരാജ് പെരുമ്പാവൂർ അല്ലേ? ചോദിച്ചോളൂ. ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതികളെ കുറിച്ച് നിങ്ങളിപ്പോ പറയുന്നുണ്ടല്ലോ. പറയൂ. ഞാനൊരു IT പ്രൊഫഷണൽ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫാം തുടങ്ങി, ഡയറി ഫാം. അപ്പൊ ഞാൻ ഈ പാല് മിൽമേല് കൊടുക്കുന്നുണ്ട്. പക്ഷെ മിൽമേല് നമുക്ക് ശരാശരി കിട്ടുന്നത് 27 രൂപ പൈസ വെച്ചിട്ടാണ്. 27-28 രൂപയൊക്കെയാണ് കിട്ടണേ. ഇതും കൊണ്ട് നമ്മള് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഒരുപക്ഷെ മുൻപേ നമ്മൾ സംസാരിച്ചിരുന്നു ഇതിനെ സംബന്ധിച്ച്. നമ്മളുടെ പ്രസ്ഥാനം കൂടുതൽ ലാഭകരമാക്കുന്നതിന് നമ്മൾ ഇതിനെ സംബന്ധിച്ച പല ഘട്ടങ്ങളിലും നമ്മൾ ഒരു വളരെ സ്മാർട്ടായ ഇടപെടൽ ആവശ്യമുണ്ട്. അതായത് പരിപാലനത്തിൽ മാത്രമല്ല, രോഗനിയന്ത്രണത്തിൽ മാത്രമല്ല, അതിൻ്റെ പ്രത്യുൽപാദന നിയന്ത്രണത്തിൽ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനം ഒരു സ്മാർട്ട് മാർക്കറ്റിംഗ് തന്ത്രം നമുക്കുണ്ടാവണം. അപ്പോൾ അത് പാല് സൊസൈറ്റിയിൽ, ആപ്കോ സൊസൈറ്റിയിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഫാം ഫ്രഷ് മിൽക്കായിട്ട് നിങ്ങൾക്ക് വിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ വിപണനത്തിനെ കുറിച്ച് ആലോചിക്കാം. അപ്പം ഇത് നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. അതിനാണ് ഈ പരിശീലനങ്ങൾ തീർച്ചയായിട്ടും താങ്കളെ സഹായിക്കും. ഒരുപാട് പരിശീലനങ്ങൾ, പ്രത്യേകിച്ചും പാലുൽപ്പന്നങ്ങളുടെ നിർമ്മാണവും സംബന്ധിച്ച പുതിയ പരിശീലനങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുമുണ്ട്. അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പ്, ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, വെറ്റിനറി കോളേജ് ഒക്കെ തുടങ്ങിയ സമാന ഏജൻസികളെല്ലാം ഇതിനെ സംബന്ധിച്ച പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. ഇതിന് ഈ പല സംരംഭങ്ങളിലേക്കും വരുന്നതിനുള്ള പല സാമ്പത്തിക സഹായങ്ങളും നബാർഡ് അടക്കമുള്ള ഏജൻസികൾ വഴി നൽകുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഇതുപോലുള്ള ശാസ്ത്രീയ പരിശീലനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അവസരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കേ. ഈ എറണാകുളം ജില്ലയിൽ എവിടെയാ പരിശീലന കേന്ദ്രം? എറണാകുളം ജില്ലയിലെ ആലുവയാണ്. ആലുവ. ശരി. ഓക്കെ, താങ്ക് യു. വിളിച്ചതിന് നന്ദി. നമുക്ക് ഇനി ഒരു കോൾ കൂടെ ഉണ്ട്. ഹലോ, കൃഷിദർശൻ ആരാണ്? ഹലോ, കണ്ണൂർ ജില്ല. ആരാണ്? പറഞ്ഞോളൂ, പേര് പറയൂ. ആരാണ്? ദീപ്തിയാണ്. ദീപ്തി കണ്ണൂരിന്നല്ലേ? ചോദിച്ചോളൂ. മാഡം. ദീപ്തി പറയൂ. ചോദിച്ചോളൂ. കേൾക്കാം. ദീപ്തി പറയൂ. ഈ കാട വളർത്ത കണ്ണൂർ ജില്ലയിൽ എവിടെയാ കേന്ദ്രം പറഞ്ഞുതരുമോ മാഡം? ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, കണ്ണൂരിലെ മുണ്ടയാട് എന്ന സ്ഥലത്താണ് പരിശീലന കേന്ദ്രം ഉള്ളത്. മുണ്ടയാട്. കാട വളർത്തലിൽ 1 ദിവസത്തെ പരിശീലനമാണ് ഉള്ളത്. അത് 1 ദിവസം കൊണ്ട് ഏകദേശം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും അതിന്റെ ഡോക്യുമെന്ററി കാണാനും ഒക്കെയുള്ള അവസരം ലഭിക്കും. കണ്ണൂർ മുണ്ടയാടുമായിട്ട് ബന്ധപ്പെടും. മുണ്ടയാട്. അതെ. താങ്ക് യു മാഡം. വിളിച്ചതിന് നന്ദി. നമുക്ക് ചോദ്യങ്ങൾ തുടരാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ ഏതൊക്കെ വിഷയങ്ങളിലുണ്ടെന്നുള്ളതും എവിടെയൊക്കെ കേരളത്തിൽ നമുക്ക് ട്രെയിനിങ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതുമാണല്ലോ. അപ്പം ഈ ആൾക്കാർക്ക് വിഷയം ചൂസ് ചെയ്യാൻ അവർക്ക് തന്നെ ഇഷ്ടമുള്ള വിഷയം തീർച്ചയായിട്ടും ഈ പറഞ്ഞ 10-17 വിഷയങ്ങളോളം ഇനിയും 15 ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. 2 പുതിയ വിഷയങ്ങൾ ഇപ്പോൾ സാങ്ഷനായി വന്നിട്ടുണ്ട്. അപ്പം ഈ 17 വിഷയങ്ങളിലും മുഴുവൻ വിഷയങ്ങളിലും ഇവർക്ക് വേണമെങ്കിൽ പരിശീലനത്തിൽ ഏർപ്പെടാനുള്ള അവസരമുണ്ട്. ഇത് പൂർണ്ണമായും സൗജന്യ പരിശീലനമാണ്. 10 മുതൽ 5 വരെയാണ് നമ്മളുടെ പരിശീലന കാലം. പരിശീലനം ലഭിച്ച് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. അപ്പം പോകുന്നവർക്ക് ഏകദേശം ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, എല്ലാ ഇതിൻ്റെ സർവ്വവശങ്ങളെയും കുറിച്ച് അറിയാൻ കഴിയുന്നു എന്നുള്ളത് ഈ പരിശീലനം കൊണ്ട് വളരെ. അതിനുപരിയായിട്ട് അവർക്കൊരു ആത്മവിശ്വാസം. തീർച്ചയായിട്ടും ഒരിക്കൽ പോലും ഇതിനെ കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മളുടെ ക്ലാസ് റൂം സ്റ്റഡി ഉണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെൻ്ററികൾ കാണിച്ചു കൊടുക്കും. ഫാം അടുത്തുണ്ടെങ്കിൽ നമ്മൾ ഫാമിലേക്ക് കൊണ്ടുപോയി കാണിക്കും. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു ധാരണയും ഇല്ലാത്തവർക്ക് പോലും ഇതെനിക്ക് പറ്റിയതാണോ, അല്ലെങ്കിൽ ഞാൻ ഏർപ്പെടാവുന്ന ഒരു മേഖലയാണോ, ഇതിൻ്റെ പ്ലസും മൈനസും എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചും
എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ഓരോ രംഗത്തും ഇതിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏതിനം വേണം, എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, ഇതിൻ്റെ പാർപ്പിടം ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തീറ്റ, ഓരോ ആഹാര കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ എന്താണ് വേണ്ടത്, അത് ചിലവ് കുറഞ്ഞ് എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെ ഈ ഒരുതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇറങ്ങുന്നതിന് മുമ്പ് ഇവർക്ക് എനിക്ക് പറ്റുമോ എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ കോഴി വളർത്തലിനെ കുറിച്ച് വേറൊരു ധാരണയുമായി വന്ന ഒരാൾ മുട്ടക്കോഴി വളർത്തണം, എനിക്ക് 1000 എണ്ണത്തിനെ വളർത്തണം എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. പക്ഷെ നമ്മളതിൻ്റെ വിശകലനം ക്ലാസ് പൂർത്തിയാക്കുമ്പോൾ ഒരു പക്ഷേ അവരതിന് പലപ്പോഴും അതിൻ്റെ ഇറങ്ങിപ്പുറപ്പെട്ടാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും, അല്ലെങ്കിൽ അത് സ്കെയിലപ്പ് ചെയ്യേണ്ട ഏത് രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു ധാരണ, നല്ല ഒരു ധാരണ കൊടുക്കാൻ സഹായിക്കും. നമുക്കൊരു കോളുണ്ട്. ഹലോ, കൃഷിദർശൻ ആരാണ്? പുനലൂരിന്ന് ബ്രൈറ്റ് എന്ന് പറഞ്ഞു. ബ്രൈറ്റ് പുനലൂരിന്ന് അല്ലേ? ചോദിച്ചോളൂ. സാർ, ഞാൻ വിളിച്ചത് നമ്മൾ ഈ മുട്ടക്കോഴിയെ വളർത്തുന്നതിനെ നമുക്ക് ഒരു ഫാമായിട്ടില്ല, പിന്നെ കുറെ വസ്തുവുണ്ട്, ഒരു 85 സെന്റ് വസ്തുവുണ്ട്. അതിനകത്ത് കുറെ റബ്ബറും തോട്ടവും കുറെ കാലികമായിട്ട് കിടക്കുന്ന തറയാ. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് പിന്നെ നാടൻ കോഴിയെ വളർത്താനായിട്ട് എങ്ങനെയാ സാർ അതിൻ്റെ അത്? നാടൻ കോഴിയാണെങ്കിൽ അഴിച്ചുവിട്ട് വളർത്തുന്നതാണ്. അഴിച്ചുവിട്ട് നമ്മൾ പകൽ സമയത്ത് അഴിച്ചു വിടുക, രാത്രിയിൽ കൂട്ടിലിടുക. അതിന് അപ്പം നമുക്ക് കൂടുതൽ അറിയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആഹാര കാര്യങ്ങളെക്കുറിച്ച്, അതായത് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, കോഴി വളർത്തുകാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അരി കൊടുക്കും, ഗോതമ്പ് കൊടുക്കും, തവിട് കൊടുക്കും. അപ്പം നമുക്ക് മാംസ്യോൽപ്പന്നങ്ങളായ ഇറച്ചിയും മുട്ടയും തരേണ്ട കോഴിയുടെ ആഹാരത്തിലേക്ക് മാംസ്യാഹാരങ്ങൾ ഉൾപ്പെടുന്നത് പലർക്കും അറിയില്ല. അതിലുപരി അത് കൊടുത്താൽ കോഴിക്ക് കൊഴുപ്പ് വയ്ക്കും എന്ന ചില അബദ്ധധാരണ, അങ്ങനെ പലർക്കും പല തരത്തിലുള്ള ചില അബദ്ധധാരണകളുണ്ട്. അതിലുപരിയായിട്ട് ഈ കോഴികളുടെ രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെ അങ്ങ് തുടങ്ങും, കുറച്ച് കഴിയും പകർച്ചവ്യാധികളും മറ്റു തരത്തിലുള്ള പോഷക ന്യൂനതകളും ഒക്കെ വന്ന് ഇതിൻ്റെ ഉൽപ്പാദനം നശിക്കുകയോ അല്ലെങ്കിൽ കൂട്ടത്തോടെ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത് കാണുന്നത്. അപ്പം അതിൻ്റെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രോഗനിയന്ത്രണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ഒക്കെ ഈവൻ നിങ്ങൾക്ക് കുത്തിവയ്പ്പ് ഒരു പക്ഷേ സ്വയം ചെയ്യാവുന്ന രീതിയിൽ ആ രീതിയിലുള്ള ഒരു കോൺഫിഡൻസോടുകൂടി പരിശീലനം നേടിയാൽ ലഭിക്കും. നമ്മുടെ ഇവിടെ ഡോക്ടറുണ്ട്, ലേഖ എന്ന് പറയുന്നൊരു ഡോക്ടറുണ്ട്, അവര് നമുക്ക് ചെയ്തു തരാന്ന് പറഞ്ഞു. പക്ഷെ ഈ 100 കോഴികളൊക്കെ നമ്മൾ ഈ 80 സെന്റിന്റെ അകത്ത് തുറന്നു വിട്ട് നമുക്ക് വളർത്തുന്ന കുഴപ്പമൊന്നും വരത്തില്ലല്ലോ? ഇല്ല, നിങ്ങൾ ഏകദേശം ഈ 80 സെന്റിന്റെ അകത്ത് നമുക്ക് വളർത്താൻ പറ്റും സാറേ? അല്ല, നമ്മൾ 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കോഴിക്ക് ചിക്കിച്ചകഞ്ഞ് പോകാനും അല്ലെങ്കിൽ അവർക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാനും ഒക്കെയുള്ള ആഹാര മാലിന്യങ്ങൾ നമുക്കുണ്ടോ? ഒരു കാര്യം. 2, നമ്മൾ രാത്രി കാലത്തിലേക്ക് 80 കോഴി ആകുമ്പോഴത്തേക്കും ഷെഡ് ഉണ്ടാക്കണം അവയിടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ചെലവ് കുറയ്ക്കാൻ, അതായത് ഇവയുടെ ആഹാര ചെലവ് കുറയ്ക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അറിയണം. അതിന് നമ്മൾ എന്തൊക്കെ കളക്ട് ചെയ്ത് എന്തെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പറ്റും എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വസ്തുവിന് ഒരു ചുറ്റുമതിലും ഒക്കെ വേണം. ഇതിൻ്റെ ശത്രുക്കളുണ്ടല്ലോ, കോഴിയെ പിടിച്ചുകൊണ്ട് പോകുന്ന, അതിൽ നിന്നൊക്കെയുള്ള സംരക്ഷണം വേണം. അപ്പം ഈ കാര്യങ്ങളെല്ലാം കുറച്ച് അറിയേണ്ടതുണ്ട്. അപ്പം നിങ്ങൾക്ക് വീട്ടുവളപ്പിലെ കോഴി വളർത്തൽ 2 ദിവസം, അല്ലെങ്കിൽ മുട്ടക്കോഴി വളർത്തൽ വ്യാവസായിക അടിസ്ഥാനത്തിലാണെങ്കിൽ 3 ദിവസം. പുനലൂരാകുമ്പം കൊട്ടിയത്തോ തിരുവനന്തപുരത്തോ കൊടമരക്കുന്നിലോ ഈ പരിശീലനത്തിന് താങ്കൾക്ക് വരാവുന്നതാണ്. നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും പറ്റും. 10 മുതൽ 5 വരെ. അത്രേ ഉള്ളൂ. ഇതിന്റെ ലോണ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ സർക്കാർ തൊഴിൽ സ്വയം തൊഴിലിന്റെ അങ്ങനെയുള്ള അതാ ചോദിക്കുന്നത്, അല്ല വേറെ ലോണല്ല. ഇതിന് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത് ബാങ്കുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പം നബാർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ അല്ല, ബാങ്കുകൾ റീഫൈനാൻസ് ചെയ്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി കൊടുക്കുന്ന ലോണുകൾക്കാണ് കൂടുതൽ സബ്സിഡി ഉള്ളത്. അപ്പം പോൾട്രി വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞ് കോഴി വളർത്തൽ വലിയ രീതിയിൽ എടുക്കുന്നവർക്ക് ഇപ്പം അതിന് ധാരാളം പദ്ധതികളുണ്ട്. ഇതൊക്കെ അടുത്ത നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. കോപ്പറേറ്റീവ് ബാങ്കുകളും ഒക്കെ ഉണ്ട്. ശരി, വിളിച്ചതിന് നന്ദി. ഒരു കോൾ കൂടെ ഉണ്ട്. ഹലോ, കൃഷിദർശൻ ആരാണ്? വിനയദാസനാണ്. ആരാണ്? വിനയദാസ് എവിടുന്നാണ്? പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എന്നാലും എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ മാംസം, മുട്ട, പാല് എന്നുള്ളതൊക്കെ കേരളത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു 50% ആൾക്കാർ ഒരു വർഷത്തിൽ 50 ഡേയ്സും ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണുള്ളത്.
അപ്പൊ നമുക്ക് ഇതിനെ ഒരു വ്യത്യസ്തമായിട്ട് ഈ ഡാമുകളുടെ തീരങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, കിലോമീറ്റർ കണക്കിൽ ഏക്കർ കണക്കിൽ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ടല്ലോ, വെറുതെ ഫ്രീ ആയി കിടക്കുന്നുണ്ട്. അതിനെ കമ്പിവേലി കെട്ടിയിട്ട് അതിൽ പോത്തുകുട്ടി പരിപാലനവും മാട്ടുകുട്ടി പരിപാലനവും തുടങ്ങാൻ ഗവൺമെന്റ് തലത്തിൽ ഒരു സംവിധാനം ചെയ്തത്. അപ്പൊ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പുല്ല് വെച്ച് പിടിപ്പിക്കാൻ ഒരു സൗകര്യം കിട്ടും. അപ്പൊ അവിടെ വളർത്താൻ കഴുകാനുള്ള സൗകര്യങ്ങൾ കിട്ടും. അതേപോലെ തീരദേശത്തിന്റെ ഏരിയയിൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ മൈതാനം പോലെ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പൊ 500 1000 നമുക്ക് പശുക്കുട്ടികളെയും പോത്തുകുട്ടികളെയും അവിടെ പരിപാലിച്ചിട്ട് മാംസത്തിന് വേണ്ടി നമുക്ക് അതിനെ വളർത്തി വലുതാക്കാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ സംവിധാനം ചെയ്തുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിന് തീർച്ചയായിട്ടും താങ്കൾ പറയുന്ന കാര്യം പ്രസക്തമാണ്. അപ്പം നമുക്ക് ഉപയോഗമില്ലാത്ത ഇപ്പം ഉപയോഗിച്ചിട്ടില്ലാത്ത കൃഷിഭൂമികളിൽ നമുക്ക് പുൽകൃഷിയോ അല്ലെങ്കിൽ ഇതിനെ മേയ്ക്കാനോ വിട്ടുകൊണ്ട് വളർത്തിയെങ്കിലേ ലാഭവുമാവുകയുള്ളൂ. അതിനിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ ഇപ്പൊ അനവധി ഡാമുകളുണ്ട്. ഇത്രയും ഡാമുകളുടെ തീരങ്ങൾ അനവധി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് 4 ഭാഗവും കമ്പിവേലി കെട്ടിയിട്ട് കിലോമീറ്റർ കണക്കിൽ ഗവൺമെന്റ് കമ്പിവേലി കെട്ടി തരികയാണെങ്കിൽ അതിനുള്ളിൽ കുറെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് 500 1000 പോത്തുകുട്ടികളെയും മാട്ടുകുട്ടികളെയും നമുക്ക് പരിപാലിച്ച് വലുതാക്കിയാൽ അത്രയും മാംസത്തിനുള്ള ഒരുപാട് സംവിധാനം അതിൽ ചെയ്യാൻ പറ്റുന്ന എനിക്ക് അതിന് ഗവൺമെന്റ് തന്നെ സംവിധാനം ചെയ്യണമെങ്കിൽ 1-2 വ്യക്തികൾക്ക് പാട്ടത്തിനടുത്ത് ചെയ്യാനും കൂടി പറ്റും. താങ്കൾ പറയുന്ന കാര്യം ഞാനും പ്രസക്തമായ കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് നമുക്കറിയാം നയപരമായ തീരുമാനങ്ങൾ ആവശ്യമായ വിഷയമാണ്. തീർച്ചയായിട്ടും അത്തരം മുകളിലേക്ക് നമ്മുടെ അധികാരികളുടെ മുൻപിലേക്ക് ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങളെപ്പോലുള്ളവർക്കും ജനപ്രതിനിധികളുടെയൊക്കെ സഹായത്തോടു കൂടി തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. പാലക്കാട് ജില്ലയിലെ ഏകദേശം 6ഓളം ഡാമുകളുടെ പരിസരത്ത് ഏകദേശം 50 കിലോമീറ്റർ ചുറ്റളവിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലായി. നമുക്ക് ഇതിനകത്ത് എനിക്കൊരു വ്യക്തമായ മറുപടി പറയാവുന്നൊരു വിഷയമല്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത്തരം ഒഴിഞ്ഞ പ്രദേശങ്ങളിലും മേച്ചിൽപ്പുറങ്ങളും ഉപയോഗിച്ച് പോത്തുകുട്ടി അല്ലെങ്കിൽ മൂരിക്കുട്ടികളെ വളർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അത് ലാഭകരമായി കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ള കാര്യം സത്യമാണ്. നന്ദി. നമുക്ക് ഇനി ഒരു കോൾ കൂടെ ഉണ്ട്. ആരാണ്? ഹലോ കൃഷി ദർശൻ, ആരാണ്? റഫീഖ് മലപ്പുറത്താണ്. റഫീഖ് മലപ്പുറത്തുനിന്ന് ചോദിച്ചോളൂ. മേഡം, ഈ മലപ്പുറത്ത് എവിടെയാണ് പരിശീലന കേന്ദ്രം? മലപ്പുറത്ത് മൃഗസംരക്ഷണ വകുപ്പിന് പരിശീലനത്തിന് മാത്രമായി ഒരു സ്ഥാപനമില്ല ഇപ്പം. എന്നാൽ റീജിയണൽ എയ്ഡ് സെന്റർ തുടങ്ങി അല്ലെങ്കിൽ മൃഗസംരക്ഷണ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച വിവരം ലഭിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ മലപ്പുറംകാർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലക്കാട് ഉള്ള മലമ്പുഴയോ അല്ലെങ്കിൽ നമുക്ക് കണ്ണൂരുള്ള മുണ്ടയാടോ കേന്ദ്രമായിരിക്കും ഏറ്റവും അടുത്തുള്ളത്. മലമ്പുഴയായിട്ട് ബന്ധപ്പെടല? അതെ അതെ അതെ. എവിടത്തെയാ? മലമ്പുഴത്തെ 0491 281 5454. ഓക്കെ. വിളിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ട്രെയിനിങ്ങുകളെ പറ്റിയാണല്ലോ. അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈ എൻ്റർപ്രീനർഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഈ സംരംഭകർക്കായിട്ട് വേണ്ടി നല്ലൊരു ട്രെയിനിങ് നടത്തുകയും അത് തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യണമല്ലോ. അതിനെപ്പറ്റി ഒന്നും പറയാം. തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ മൃഗസംരക്ഷണ വകുപ്പ് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത ഒരു പുതിയ പരിശീലന പദ്ധതി, കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എന്ന് വേണേൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ളവരെ കൂടുതൽ ഈ കാര്യത്തിൽ ബോധവാന്മാരാക്കുക. അപ്പോൾ അതിനുവേണ്ടി കഴിഞ്ഞ വർഷം തിരഞ്ഞെടുത്ത വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8ഓളം വിഷയങ്ങളിലാണ് നമ്മൾ ഈ പരിശീലനങ്ങൾ നൽകിയത്. അപ്പോൾ അതിനകത്ത് ഹൈടെക് ഡയറി ഫാമിംഗ് എന്ന് പറയുമ്പോൾ കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ മെക്കനൈസേഷൻ ഉപയോഗിച്ച് കൂടുതൽ ലാഭകരമായ പാലുൽപാദനത്തേക്ക് കൊണ്ടുവരുന്നതിന്. അപ്പോൾ അത് 7 ദിവസത്തെ പരിശീലനമായിരുന്നു. അത് നമ്മൾ കൊളത്തൂപ്പുഴ KLD ബോർഡിൻ്റെ തന്നെ കൊളത്തൂപ്പുഴയുള്ള ഹൈടെക് ഡയറി ഫാമിൽ വെച്ച് റെസിഡൻഷ്യൽ താമസിച്ച് 7 ദിവസത്തെ പരിശീലനം, സൗജന്യ പരിശീലനം കണ്ടുകൊണ്ട് എല്ലാം നേരിട്ട്. ഈ പരിശീലനത്തിലെ ഏറ്റവും പ്രധാന പങ്ക് എന്ന് പറഞ്ഞത് നമ്മളുടെ അതാത് സ്ഥാപനങ്ങളിൽ അതാത് സൗകര്യമുള്ള സ്ഥലത്ത് വരെ നേരിട്ട് കൊണ്ടുപോയി ആ പരിശീലനം നടത്തുക എന്നുള്ളതായിരുന്നു. അപ്പം അതിൽ ഹൈടെക് ഡയറി ഫാമിങ്ങിലായിരുന്നു ഒരു പരിശീലനം. അതുപോലെ തന്നെ കറവയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം തെങ്ങ് കയറാൻ ആളെ കിട്ടാത്ത പോലെ പശുവിനെ വളർത്തുമ്പോൾ അതിനകത്ത് കറവക്കാരെ. അപ്പം അതുകൊണ്ട് വളർത്തുന്നവർക്ക് തന്നെ അതിനകത്ത് ഈ കറവയും എങ്ങനെയാണ്, അപ്പം അത് കൈകൊണ്ട് കറക്കുന്നതായാലും മെഷീൻ മിൽക്കിംഗ്, അതായത് മിൽക്കിംഗ് മെഷീൻ ഉപയോഗിച്ചായാലും പലർക്കും അതിലൊക്കെ ഒരു അബദ്ധത ഉണ്ട്, ഇത് ഉപയോഗിച്ചാൽ പശുവിന് കേടാണെന്നും ഒക്കെയുള്ള. അപ്പോൾ അതൊക്കെ വളരെ ശാസ്ത്രീയമായി എങ്ങനെ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം എന്ന് അവരെ കൊണ്ട് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ് ചെയ്യിച്ച് പരിശീലിപ്പിക്കുന്നത്. അതും 7 ദിവസത്തെ പരിശീലനമാണ്. അത് നമ്മുടെ KLD ബോർഡിൻ്റെ തന്നെ മാട്ടുപ്പെട്ടിയിലുള്ള ഹൈടെക് ഫാമിൽ വെച്ചിട്ടാണ് ആ പരിശീലനം നൽകുന്നത്.
മൂന്നാമതൊരു പരിശീലനം പാലുമായിട്ട് പാലുൽപ്പന്നങ്ങളുടെ നിർമ്മാണം. അത് ഇപ്പം തുടങ്ങിയിരിക്കുന്നത് തൃശ്ശൂർ ഡയറി സയൻസ് വെറ്ററിനറി കോളേജിൻ്റെ കീഴിലുള്ള ഡയറി സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. 3 പരിശീലനങ്ങളാണ് പശു വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ കോഴി വളർത്തൽ, പോൾട്രി ഡ്രസ്സിങ് 5 ദിവസത്തെ ഒരു പരിശീലനം. അപ്പോൾ നമുക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഇറച്ചിക്കോഴിയുടെ ഒരു വെറ്റ് മാർക്കറ്റിങ്ങിന് അപ്പുറത്തേക്ക് ഇതിനെ ശാസ്ത്രീയമായി കട്ട് ചെയ്ത് എങ്ങനെ ഇറച്ചിയാക്കി വിൽക്കാം, അതുപോലെ അതിൻ്റെ തന്നെ വാല്യൂ അഡീഷൻ ഉൽപ്പന്നങ്ങൾ, എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 5 ദിവസം വീതമുള്ള 2 ട്രെയിനിങ്. പോൾട്രി ഡ്രസ്സിങ്ങിലും അതുപോലെ മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, ചിക്കനിൽ നിന്നെല്ലാം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. ഈ 2 പരിശീലനങ്ങളും പോൾട്രി കോർപ്പറേഷൻ്റെ പേട്ടയിലുള്ള കെപ്കോയുടെ അവിടെ വെച്ചിട്ടാണ്. ഇതെല്ലാം റെസിഡൻഷ്യൽ ട്രെയിനിങ് ആണ്, സൗജന്യ ട്രെയിനിങ് ആണ്. അതിനുശേഷം ഈ ഏജൻസികളെല്ലാം ചേർന്ന് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ടി അടക്കം ഇവർക്ക് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുന്നുണ്ട്. ഒരു കോൾ ഉണ്ട്, ഇതിൽ പോയി. ഹലോ, കൃഷിദർശൻ. ഹലോ, പാലായിന്നാണേ. ആരാണ്? ശ്രീകുട്ടി. ശ്രീകുട്ടി പാലയിൽ. പറഞ്ഞോളൂ. കോട്ടയം ജില്ലയിലെ എവിടെയൊക്കെ പരിശീലന സൗകര്യങ്ങൾ ഉള്ളതെന്ന് അറിയാനായിരുന്നു. കോട്ടയത്ത് തലയോലപ്പറമ്പിലാണ് പരിശീലന കേന്ദ്രം ഉള്ളത്. ഓ, അവിടുത്തെ നമ്പർ വല്ലതും? 04829 04829 234 234 323 234 323 323. ഈ നമ്പറുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ആവശ്യമുള്ള പരിശീലനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നതാണ്. നന്ദി, വിളിച്ചതിന് നന്ദി. നമ്മള് എന്റർപ്രീനർഷിപ്പിനെ പറ്റി, ആ ട്രെയിനിങ്ങുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ആ പരിശീലനങ്ങളിൽ നമ്മൾ ഏകദേശം 5 വിഷയങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയമുള്ളത് ഹാച്ചറി മാനേജ്മെന്റ്. അപ്പം എത്ര ലക്ഷം കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്താലും ഇവിടെ ആവശ്യമുള്ള ഒരു അതുമല്ല, എല്ലാം വെളിയിൽ നിന്ന് വരുന്നതാണ്. അപ്പം നമുക്ക് കൊത്തുമുട്ട അല്ലെങ്കിൽ വിരിയിക്കാനുള്ള മുട്ട കൊണ്ടുവരികയോ അല്ലെങ്കിൽ അതിൻ്റെ പാരന്റ് സ്റ്റോക്കിനെയോ വളർത്തിയോ അതെടുത്ത് ഇൻക്യുബേറ്ററിൽ വെച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് അവയെ ആദ്യത്തെ അതിൻ്റെ ബ്രൂഡിങ്ങും ഒക്കെ നടത്തുന്നതിനെ സംബന്ധിക്കുന്ന 25 ദിവസം നീളുന്ന ഒരു ഏറ്റവും ദൈർഘ്യമേറിയ പരിശീലനം ഇതാണ്. അതും നമ്മൾ തൃശ്ശൂർ വെറ്ററിനറി കോളേജിലാണ് ഇതിനുള്ള സൗകര്യം ഇപ്പോൾ നല്ലൊരു ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഒരു പരിശീലനം ഉള്ളതും മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ കൂത്താട്ടുകുളം. അവിടെ ഓൾറെഡി നമുക്കറിയാം നല്ലൊരു സ്ലോട്ടർ ഹൗസും പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ വെച്ചിട്ട് പലതരം മറ്റ് ചിക്കൻ അല്ലാതെ മറ്റുള്ള എല്ലാത്തരം ഇറച്ചി, ബീഫായാലും പോർക്കായാലും റാബിറ്റ് ആയാലും ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ്, എങ്ങനെയാണ് എന്തെല്ലാം ഉൽപ്പന്നങ്ങളിലേക്ക് കൊണ്ടുപോകാം, അത് 15 ദിവസം നീളുന്ന ഒരു പരിശീലനമാണ്. അപ്പോൾ ഇനിയും ഇതുകൂടാതെ മറ്റൊരു നമുക്ക് ഒരു കോളോട് ഉണ്ട്, അതെടുത്തിട്ട്. ഹലോ, കൃഷിദർശൻ. ആരാണ്? എന്റെ പേര് സീതാലക്ഷ്മി എന്നാണ്. തൃക്കോണത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എറണാകുളം ജില്ലയിലെ പരിശീലന കേന്ദ്രം ആലുവയിലാണെന്ന് പറഞ്ഞു. അതെ അതെ. അതിന്റെ ഫോൺ കോണ്ടാക്ട് നമ്പർ ഒന്ന് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. ആലുവയിലെ ഫോൺ നമ്പർ 0484 262 441 441 262 441. ഓക്കെ, താങ്ക് യു മാഡം. വിളിച്ചതിന് നന്ദി. നമുക്ക് തിരിച്ചു വരാം. പരിശീലനം 8ാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഭക്ഷ്യസുരക്ഷയിൽ അപ്പുറത്തേക്ക് മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലും വരുമാനവും കണ്ടെത്തുന്ന മറ്റൊരു പ്രധാന മേഖലയാണ് ഈ പെറ്റ് ബേർഡ്സിനെയും പെറ്റ് അനിമൽസിനെയും വളർത്തി അതിന്റെ ബ്രീഡിങ്. സിറ്റി ഏരിയകളിലെല്ലാം പല മേഖലയിലും വെച്ചാൽ നമ്മളുടെ ആളുകളുടെ ഒരു പ്രധാന വിനോദം, അല്ലെങ്കിൽ എല്ലാ വീടുകളിലും ഇപ്പോൾ ഒരു പെറ്റ് അനിമൽ അല്ലെങ്കിൽ ഒരു പെറ്റ് ബേർഡ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിൻ്റെ ബ്രീഡിങ് പ്രത്യേകിച്ചും വളരെ അധികം ലാഭകരമായിട്ട് ഒരുപാട് പേര് ഡോഗ് ബ്രീഡേഴ്സ് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ മേഖലയിൽ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ അത്തരം രംഗത്തേക്ക് വരുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായി ഇവയെ എങ്ങനെ വളർത്തുന്നണം, അതിൻ്റെ ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ജന്തുദ്രോഹ നിരോധന നിയമം ഇതിനകത്ത് പ്രത്യേകം പ്രസക്തിയുണ്ട്. അവയെ നമ്മളൊരു മാർക്കറ്റിങ്ങിന് മാത്രമായിട്ട് ഉപയോഗിക്കാതെ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവയുടെ ആരോഗ്യ പരിരക്ഷ, അതിലുപരിയായിട്ട് നമുക്കറിയാം നായ്ക്കളെ കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യരിലേക്ക് ഉണ്ടാകാവുന്ന രോഗസാധ്യതകളെക്കുറിച്ചുമൊക്കെ അവരെ ബോധവാന്മാരാക്കുക, നിയമങ്ങൾ, വിവിധ തരത്തിലുള്ള നിയമങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക,
അവരുടെ സാമ്പത്തിക സഹായങ്ങൾ കിട്ടുന്ന മേഖലകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, വേസ്റ്റ് ഡിസ്പോസൽ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു മൊഡ്യൂൾ അനുസരിച്ച് ഉള്ള ഒരു പരിശീലനം നൽകുന്നുണ്ട്. നമുക്ക് ഒരു കോൾ ഇവിടെ ഉണ്ട്. ഹലോ കൃഷി ദർശൻ, ആരാണ്? ഹലോ ആരാണ്? ഹലോ ഹലോ ആരാണ്? ഞാൻ പുളുങ്ങിനാണ് വിളിക്കുന്നത്. പേര് പറയാം. പിന്നെ ഈ അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ എവിടെ ഇത് കുട്ടനാട്ടിൽ നിന്ന് തോമസ് ആണ് വിളിക്കുന്നത്. തോമസ് കുട്ടനാട്ടിൽ നിന്ന്, പറഞ്ഞോളൂ. ഈ ഉൽപാദന ശേഷി കൂടുതലുള്ള പശുക്കളെ കറവമാടുകളെ എവിടുന്ന് ലഭിക്കുമെന്നാണ് അറിയുന്നത്. കറവമാടുകളെ നമ്മള് ഇപ്പം പ്രത്യേകിച്ച് ഒരു ഫാം നമുക്ക് എടുത്തു പറയാൻ എനിക്ക് പറ്റുന്നില്ല. നല്ല രീതിയിൽ വളർത്തുന്ന ധാരാളം പശു വളർത്തൽ ഫാമുകൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. അതിലുപരിയായിട്ട് കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പശുക്കളെ, കൂടിയ അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ പലയിടത്തും അതിനും പല പ്രശ്നങ്ങളും കണ്ടതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന എല്ലാ സങ്കരയിനം പശുക്കുട്ടികളെയും ശാസ്ത്രീയമായി വളർത്തി എന്തോ പുറത്തുനിന്ന് മറ്റ് മറ്റൊരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ മറ്റൊരു ആഹാര രീതിയിൽ നിന്ന പശുക്കളെ നമ്മുടെ നാട്ടിലേക്ക് പെട്ടെന്ന് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ പല പ്രശ്നങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അവിടെ കിട്ടിയ ഉൽപാദനമൊന്നും ഇവിടെ വന്നപ്പോൾ അത് കാണാഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനിയും കഴിവതും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സങ്കരയിനം കന്നുകുട്ടികളെ ഇവിടെ തന്നെ വളർത്തുക എന്നുള്ളതിലാണ് നമ്മളിപ്പോൾ ഈ കന്നുകുട്ടി പരിപാലന പദ്ധതി കൂടുതൽ വ്യാപകമാക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചത്. അതുകൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചാൽ നല്ല ഇനം പശുക്കളെ ഇവിടെ തന്നെ വാങ്ങാൻ ലഭിക്കുന്നുണ്ട്. വിളിച്ചതിന് നന്ദി. നമുക്ക് ഒരു കോൾ കൂടെ ഉണ്ട് മാഡം. ഹലോ കൃഷി ദർശൻ. ഹലോ നമസ്കാരം മാഡം. ആരാണ്? ഇത് മലപ്പുറം ജില്ലയിൽ നിന്ന് ബിജിലാണ്. വിജിൽ മലപ്പുറത്തുനിന്ന് ചോദിച്ചോളൂ. വർഷങ്ങളായിട്ട് കന്നാലിയെ വളർത്തുന്ന ഒരാളാണ്. എനിക്ക് 3 എണ്ണത്തിനെ വെച്ചിട്ട് തന്നെ ഇപ്പൊ മാസം 6000-7000 രൂപ ലാഭം ലഭിക്കുന്നുണ്ട്. ഇത് 25 എണ്ണത്തിന്റെ ഒരു ഫാം ആക്കി ഉയർത്താൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിനുള്ള ധനസഹായം ചോദിച്ചു ചെല്ലുമ്പോ എവിടുന്നും ഒരു വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുന്നില്ല, ബാങ്കുകളിൽ നിന്നായാൽ പോലും. തീർച്ചയായിട്ടും ഇതിനൊരു കാര്യം ചെയ്യൂ. ഞാൻ മുൻപ് കേട്ടിരുന്നോന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം ഈ സംരംഭകത്വ പരിശീലനങ്ങൾ എന്ന് പറഞ്ഞ് മൃഗസംരക്ഷണ വകുപ്പ് ഒരു പുതിയ പരിശീലനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ഹൈടെക് ഡയറി ഫാമിങ്ങിലും ഉണ്ട്, അതിന്റെ തന്നെ ശാസ്ത്രീയ കറവയുമുണ്ട്, അതിന്റെ പാലുൽപാദന നിർമ്മാണം, 3 പരിശീലനങ്ങളുണ്ട്. 3 സ്ഥലത്ത് വെച്ചാണ് അത് നടത്തുന്നത്. അപ്പം ഒന്നുകിൽ ഏതെങ്കിലും അടുത്ത പരിശീലന കേന്ദ്രവുമായിട്ടോ അല്ലെങ്കിൽ അടുത്ത മൃഗാശുപത്രിയിലോ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഈ പരിശീലന കേന്ദ്രത്തിലെ താങ്കളുടെ പേരും ഫോൺ നമ്പറും അഡ്രസ്സും അറിയിക്കാൻ പറയുക. അപ്പൊ ആദ്യം പരിശീലനം എടുക്കുക. പരിശീലനത്തിൽ താങ്കൾക്ക് മനസ്സിലാകും, അതായത് ധനസഹായങ്ങൾ, പ്രത്യേകിച്ചും നബാർഡിന്റെ സ്കീം ഉണ്ട്. ഇപ്പം ഡയറി എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സ്കീം എന്ന് പറഞ്ഞൊരു പുതിയ സ്കീമുണ്ട്. അപ്പൊ അതിനകത്ത് പശുക്കളെ വാങ്ങുന്നതിനും ഒക്കെ ആയിട്ടുള്ള പലതരത്തിൽ മിൽക്കിംഗ് പാർലർ തുടങ്ങാന്, മിൽക്കിംഗ് മെഷീൻ വാങ്ങാന്, അതിനകത്ത് പല വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാന്, പുൽകൃഷിക്ക് ഒക്കെ ധനസഹായത്തിനുള്ള പദ്ധതികളുണ്ട്. അപ്പം അത് പൊതുമേഖലാ ബാങ്കുകളിൽ ആദ്യം വരുന്ന അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും എന്തായാലും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ആ സ്കീമുകളെ കുറിച്ചൊക്കെ താങ്കൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. 25% ബാക്ക് എൻഡ് സബ്സിഡിയോട് കൂടിയ ലോൺ സ്കീമുകൾ നബാർഡ് റീഫൈനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിന് തീർച്ചയായിട്ടും ഇതുപോലുള്ള പരിശീലനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സമാന രംഗത്ത് നിൽക്കുന്ന ആളുകളുമായിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കും. അതിലുപരി വിദഗ്ധരുമായിട്ട് താങ്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരം ലഭിക്കും. പരിശീലനത്തിന് ഞാൻ പറഞ്ഞ പരിശീലനം എടുക്കുന്നത് നന്നായിരിക്കും. ഇതിന് നമുക്ക് ബന്ധപ്പെടാവുന്ന ഒരു നമ്പർ തരാമോ? എവിടെന്നേലും ലഭ്യമാണോ? ഇത് എവിടെയാണ് സ്ഥലം? ഇത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയാവുമ്പോഴത്തേക്കും കൊടപ്പനക്കുന്നിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ കണ്ണൂർ രജിസ്റ്റർ ചെയ്തോളൂ. 0497 27 211 68. കൊളത്തൂപ്പുഴ ആയിരിക്കും ഒരു പരിശീലനം. അതായത് പശു വളർത്തലുമായി ബന്ധപ്പെട്ട ഹൈടെക് ഡയറി ഫാമിങ്ങിന്റെ പരിശീലനം കൊളത്തൂപ്പുഴ വെച്ചിട്ടും കറവ മാട്ടുപെട്ടിയിൽ വെച്ചിട്ടുമായിരിക്കും പരിശീലനം. 7 ദിവസത്തെ പരിശീലനമാണ്. 7 ദിവസം അല്ലേ? ഓക്കെ, താങ്ക് യു മാം. വിളിച്ചതിന് നന്ദി. നമ്മൾ ഈ എന്റർപ്രണർഷിപ്പ് തന്നെ ഈ സംരംഭകർക്കുള്ള ട്രെയിനിങ്ങിനെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം പശുക്കളെ കൂടുതലായിട്ട് വളർത്തുന്നവർക്ക്, ബിസിനസ് അടിസ്ഥാനത്തിൽ വളർത്തുന്നവർക്ക് അതിനുള്ള ട്രെയിനിങ് പറഞ്ഞു. അതുപോലെ
കോഴികളെ വളർത്തുന്നതിനുള്ള 3-4 ട്രെയിനിങ് പറഞ്ഞു. അതുപോലെ പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ട്രെയിനിങ്. ഇനി എന്തെങ്കിലും വിഷയത്തിൽ ഇതിൽ ഉണ്ടോ, അതോ ഇവർക്ക് ഈ ട്രെയിനിങ് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും? തീർച്ചയായിട്ടും പരിശീലനത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഒരു കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതിലുപരിയായിട്ട് പല കാര്യങ്ങളും മുൻകൂട്ടി അറിയുന്നതിലൂടെ പല പരാജയങ്ങളും ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഏറ്റവും പ്രധാനം ഒരു പശുവിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവി, നമ്മൾ വളർത്തുന്ന മൃഗത്തിൻ്റെ പ്രത്യുൽപാദന സമയം, അതിലൊരു നല്ല സമയം ഉണ്ട്. ആ സമയത്ത് പരമാവധി അവയിൽ നിന്ന് പ്രസവങ്ങളും പാലായാലും മുട്ടയായാലും ഇറച്ചിയായാലും ഒക്കെ നേടിയെടുക്കുക. അതിനുവേണ്ടി അവയ്ക്ക് എന്ത് ശാസ്ത്രീയമായ പരിപാലന മുറകൾ, തീറ്റ കൊടുക്കുന്നതിലായാലും രോഗപ്രതിരോധങ്ങളായാലും ഇതെല്ലാം അറിയുന്ന ഒരാളിനാണ് അതിൽ നിന്ന് പരമാവധി ലാഭകരമായിട്ട് ഈ പ്രവർത്തനം നടത്താൻ കഴിയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പരിശീലനം വളരെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് പരിശീലന കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഫീൽഡിലായിട്ടുള്ള എൻ്റെ അനുഭവം അതാണ്. ചിലര് ഒന്നും അറിയാതെ പശു വളർത്തലിലോട്ട് ചെന്നിട്ട് അങ്ങനെ പരാജയപ്പെട്ടു പോയവര് ഉണ്ട്. അതാണ് ഈ മൃഗസംരക്ഷണ മേഖല പരാജയം എന്ന് വരാനൊരു കാരണം എനിക്ക് തോന്നുന്നു. പരാജയം ഈ കുറച്ചുപേരെങ്കിലും പറയുന്നതിന്റെ ഒരു കാരണം അവർക്കൊരു പക്ഷേ ഇതിനെ സംബന്ധിച്ച കാര്യമായ വിവരമില്ലാതെ ഒരു വലിയ രീതിയിലേക്ക് എടുത്തിയാടി പല കാര്യങ്ങളും ചെറിയ രീതിയിൽ തുടങ്ങി അവരവരുടെ അനുഭവങ്ങൾ മെച്ചപ്പെടുത്താനൊക്കെയാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കൃഷി ദർശൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനാൽ തന്നെ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾക്ക് മറുപടി പറയാൻ നമ്മുടെ ഗസ്റ്റിൻ്റെ അതിഥിയുടെ അഡ്രസ്സ് തരുവാണ്. നമുക്ക് ആ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ SS റാണി, അസിസ്റ്റന്റ് ഡയറക്ടർ, കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 9847780828. നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചത് വെച്ച് നമുക്ക് ഏറ്റവും കൂടുതലും മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഈ പരിശീലനത്തിനെ പറ്റിയാണ് കൂടുതലായിട്ട് നമ്മളിവിടെ സംസാരിച്ചത്. പരിശീലനം മൃഗസംരക്ഷണ മേഖലയിലോട്ട് ഇറങ്ങുന്ന ഏതൊരാൾക്കും അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ ഈ ചർച്ച എല്ലാവർക്കും പ്രയോജനപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത റാണി SS മാഡത്തിന് ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊക്കാളി കൃഷിയെ പുനരുജ്ജീവിപ്പിക്കാൻ പാടങ്ങളിൽ കൂടകളിൽ മത്സ്യകൃഷി. KLD ബോർഡ് പുതിയ കാലിത്തീറ്റ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. വിവിധ ക്ഷീര പരിശീലന കേന്ദ്രങ്ങളിൽ 6 ദിവസത്തെ പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം പരമ്പരാഗത ചെമ്മീൻ കൃഷിക്ക് പകരം പൊക്കാളി പാടങ്ങളിൽ കൂടുകളിലുള്ള അതിസാന്ദ്രത മത്സ്യകൃഷി നടത്തി പൊക്കാളി കൃഷിയെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നു. എറണാകുളം ജില്ലയിലെ ഏഴിക്കര, പിടല, കടമക്കുടി എന്നീ സ്ഥലങ്ങളിലെ പൊക്കാളി നിലങ്ങളിൽ കേന്ദ്രത്തിന്റെ അതിസാന്ദ്രത മത്സ്യകൃഷിയുടെ പ്രദർശന യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്.
കൂടുതൽ അറിയാൻ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447999398. KLD ബോർഡ് പുതിയ കാലിത്തീറ്റ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. KF റിച്ച്, KF പ്ലസ്, കേരമിൻ സ്പെഷ്യൽ, 2-in-1 വൈക്കോൽ കട്ട എന്നിവയാണ് പുതിയ കാലിത്തീറ്റ ഉൽപ്പന്നങ്ങൾ. ഗുണമേന്മയുള്ള വൈക്കോലിന്റെ ലഭ്യത കുറവിന് പരിഹാരമാണ് വൈക്കോൽ കട്ട എന്ന് നിർമ്മാതാക്കൾ പറയുന്നു. നീളമുള്ള വൈക്കോൽ 2.5 സെന്റിമീറ്റർ നീളമുള്ള ചെറു കഷ്ണങ്ങളാക്കിയാണ് വൈക്കോൽ കട്ട നിർമ്മിക്കുന്നത്. കാലികളുടെ ദഹന പ്രക്രിയ എളുപ്പമാക്കുന്ന ഈ ഉൽപ്പന്നം ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കും. ഖരാഹാരവും പുരുഷാഹാരവും ധാതു ലവണങ്ങളും ആവശ്യാനുസരണം ചേർത്താണ് വൈക്കോൽ കട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. പാലുൽപാദനം തുടങ്ങുന്ന ആദ്യത്തെ 100 മുതൽ 120 ദിവസം വരെയും പശുവിന്റെ പ്രസവ കാലഘട്ടത്തിലെ ആദ്യ 100 ദിവസങ്ങളിലുമാണ് ഈ തീറ്റ നൽകാൻ ഉചിതം. ശരീരഭാഗത്തിന്റെ 3% കണക്കാക്കിയാണ് തീറ്റ നൽകേണ്ടത്. കണ്ണൂർ കൃഷിവിജ്ഞാന കേന്ദ്രം മട്ടുപ്പാവിൽ തീറ്റപ്പുൽ കൃഷി പരിശീലനം നൽകുന്നു. ഗ്രോ ബാഗുകൾ തൈകൾ നടുന്ന ഈ രീതിയിൽ ബജ്റ, നേപ്പിയർ, സങ്കര ഇനത്തിൽപ്പെട്ട സുഗുണ, സുപ്രിയ തുടങ്ങിയവ നടാം. 45-ാം ദിവസം ആദ്യ തീറ്റപ്പുൽ മുറിച്ചെടുക്കാം. പിന്നീട് ഓരോ 30 ദിവസം കൂടുമ്പോഴും പുല്ല് മുറിച്ചെടുക്കാം. ഈ കൃഷിരീതി അനുസരിച്ച് ഒരു ചെടിയിൽ നിന്നും ഓരോ തവണയും 5 കിലോഗ്രാം വരെ തീറ്റപ്പുൽ ലഭിക്കും. വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കാനും മട്ടുപ്പാവ് തീറ്റപ്പുൽ കൃഷി വഴി കഴിയും. 6 മാസം മുതൽ വിത്ത് തൈകൾക്കായി ഗ്രോ ബാഗിൽ നിന്ന് തണ്ട് മുറിച്ചെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഡോക്ടർ ഗിഗിൻ, ഫോൺ നമ്പർ 9847335759. ക്ഷീരവികസന വകുപ്പ് ക്ഷീരമേഖലയിലെ പുരോഗമന സാധ്യതകൾ, കറവ പശുക്കളുടെ തെരഞ്ഞെടുപ്പ്, തീറ്റപ്പുൽ കൃഷി, കാലിത്തൊഴുത്ത് നിർമ്മാണം, പാൽവില നിർണയം, ശാസ്ത്രീയ തീറ്റക്രമം, കന്നുകാലി രോഗ പ്രതിരോധ മാർഗങ്ങൾ, കൃത്രിമ ബീജസങ്കലനം, കന്നുകുട്ടി പരിചരണം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തി 6 ദിവസത്തെ സമഗ്ര പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 10 രൂപയാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ദിനബത്തയായി 125 രൂപയും യാത്രാബത്തയായി 100 രൂപയും ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് ക്ഷീര പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ തിരുവനന്തപുരം 0470244091, കൊല്ലം 047626985550, കോട്ടയം 048123022223, പാലക്കാട് 0492222640, കോഴിക്കോട് 0452414579. പച്ചക്കറി തൈകളുടെയും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായ ഇലപ്പേൻ, വെള്ളീച്ച, മീലിമൂട്ട, മുഞ്ഞ എന്നിവയെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ മിത്രകുമിളാണ് വെർട്ടിസീലിയം. ഇത് പൊടി രൂപത്തിലുള്ള ഈ ജൈവ കീടനാശിനി കീടബാധയുടെ ആരംഭദശയിൽ തന്നെ ഉപയോഗിച്ചാൽ ഫലപ്രദമാണ്. 15 മുതൽ 20 ഗ്രാം വരെ വെർട്ടിസീലിയം പൊടി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അരിച്ചെടുക്കണം. കുമിൾ കണികൾ ലായനിയിൽ അടിയാതിരിക്കാൻ ടീപോൾ, ട്വിൻ 18 തുടങ്ങിയവയോ 1 ലിറ്ററിന് 5 ഗ്രാം ബാർ സോപ്പോ ലയിപ്പിക്കണം. ഇങ്ങനെ തയ്യാറാക്കുന്ന ലായനിയുടെ കാലാവധി 4 മാസമാണ്. കേരള കാർഷിക സർവകലാശാലയിലെ ബയോ കൺട്രോൾ ലാബിൽ വെർട്ടിസീലിയം ലഭ്യമാണ്. വിളിക്കേണ്ട നമ്പർ 0487243840. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 19,400 രൂപ, റബ്ബർ RSS 5 കിൻഡലിന് 19,000 രൂപ, വെളിച്ചെണ്ണ 7,150 രൂപ, കൊപ്ര 5,000 രൂപ, കുരുമുളക് 41,700 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 270 രൂപ, തൊണ്ടില്ലാതെ കിലോയ്ക്ക് 450 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 41,700 രൂപ, അൺഗാർബിൾഡ് 39,700 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 39,500 രൂപ, വയനാടൻ കുരുമുളക് 40,000 രൂപ. കൊപ്ര വിപണി. കൊപ്ര കോഴിക്കോട് 4,975 രൂപ, തളിപ്പറമ്പ് 4,700 രൂപ, കാസർഗോഡ് 4,500 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ 7,725 രൂപ, കോട്ടയം 7,750 രൂപ, ആലപ്പുഴ 7,150 രൂപ. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിലെ താപനില. കണ്ണൂർ കൂടിയ താപനില 28.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.5 24, കൊച്ചി
31.2 23, ആലപ്പുഴ 30 24, പുനലൂർ 31.6 23.6, തിരുവനന്തപുരം 31.1, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. ഏവർക്കും കർഷക ദിനാശംസകളോടെ കാർഷിക വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.